ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എമറിൻ ക്രിയേഷൻസ്. ഇപ്പോൾ ഈ ഒരു റീസെൻ്റായിട്ട് നമ്മുടെ ഈ നാടുകളിലൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് പ്രായഭേദമന്യേ എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത്, അല്ലേ? ഈ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ നമ്മൾ നശിപ്പിച്ച് കളയുന്ന, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെച്ച് കളയുന്ന ആ ജീവൻ്റെ വാല്യൂ അതെന്തുമാത്രം വലുതാണെന്നുള്ളതും അതൊരു പ്രഷ്യസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണെന്നും ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കിട്ടിയ ഒരു അവസരമാണെന്നുള്ളൊരു ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കടുങ്കൈയൊക്കെ നമ്മൾ ചെയ്തു പോകുന്നത്, അല്ലേ? അപ്പോൾ അതിന് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് സ്ട്രോക്സ്. ഈ പോസിറ്റീവ് സ്ട്രോക്സ് നമുക്ക് പുറത്ത് നിന്ന് ആരും തരില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഭവമാണ് ഈ പോസിറ്റീവ് സ്ട്രോക്സ് എന്ന് പറയുന്നത്. നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ പരിഹസിക്കാനും നമ്മളെ തരം താത്താനും ഒക്കെ ഒത്തിരി ആളുകളുണ്ടാവും. പക്ഷേ നമ്മളെ ഒന്ന് മേലോട്ട് ഉയർത്താൻ, നമ്മളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു നിസ്സാര കാര്യമൊന്നും അല്ലാന്നേ, നമ്മളൊരു ബെസ്റ്റ് ആർട്ട് ഓഫ് എ ക്രിയേറ്റർ, അല്ലേ? നമ്മളെപ്പോഴും നമ്മളെ ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്, ഒരു യുണീക്കായിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ജോലികളുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്തു തീർക്കേണ്ട ഓരോ നിയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളതെല്ലാം നന്നായിട്ട് ചെയ്തു തീർത്ത് നമ്മുടെ ഓട്ടം നല്ല രീതിയിൽ പൂർത്തിയാക്കി വേണം ദൈവം വിളിക്കുന്ന സമയത്ത്, അനുചിതമായ സമയത്ത്. അത് ചിലപ്പോൾ പല രീതിയിലായിരിക്കും നമ്മൾ ഓരോരുത്തരെയും ദൈവം മേളിലോട്ട് വിളിക്കുന്നത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിലെ അസുഖം വന്ന് മരിച്ചു പോകുന്നവരുണ്ട്, തീവ്രമായ അസുഖം കാരണം മരണപ്പെടാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്, അല്ലേ? ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ആത്മഹത്യ ചെയ്തും അല്ലാതെ വിഷാദ രോഗത്തിന് അടിപ്പെട്ടുമൊക്കെ നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു ബഹുമാനം വേണം. നമ്മുടെ ജീവനോടും നമ്മുടെ ജീവിതത്തോടും നമ്മുടെ ശരീരത്തോടും ഒക്കെ നമുക്ക് തന്നെ ഒരു ബഹുമാനം വേണം, നമുക്ക് തന്നെ ഒരു സ്നേഹം വേണം, അല്ലേ? നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ ഉള്ളടോ, അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ആരും. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് കഴിവുണ്ടെന്നും നമ്മളൊരു യുണീക്ക് പേഴ്സൺ ആണെന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം. നമ്മൾ ഓരോരുത്തരും സൂപ്പറാടോ, പ്രശ്നങ്ങൾ പലതുണ്ടാകും, അതൊക്കെ നമുക്ക് പരിഹരിക്കാമെന്നേ. താങ്ക്